കാഞ്ഞിരപ്പള്ളി ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുവാനായി നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കരണം കർശനമാക്കുവാൻ കാഞ്ഞിരപ്പള്ളി SHOയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിൽ കൂടിയ യോഗത്തിൽ തീരുമാനം. ഓണത്തിനോടനുബന്ധിച്ച് ടൗണിലുണ്ടാകുന്ന തിരക്ക് കുറയ്ക്കുവാനും നേരത്തെ ടൗണിൽ ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കിയിരുന്നുവെങ്കിലും വൺ വേ റോഡുകളിൽ ഉൾപ്പെടെ നിയമലംഘനം വ്യാപകമായതായും കാഞ്ഞിരപ്പള്ളി റിപ്പോർട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്ത ചെയ്തതിനെ തുടർന്നാണ് യോഗം ചേർന്നത്. TVS റോഡിലൂടെയുള്ള വൺ വേ ഗതാഗതം കർശനമാക്കും. ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമുള്ള അനധികൃത പാർക്കിങ്ങും ഒഴിവാക്കും. നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാനും യോഗം തീരുമാനിച്ചു. CI മനോജ്, പഞ്ചായത്ത് പ്രസിഡന്റ് സുനി പത്യാല, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ബെന്നിച്ചൻ കുട്ടഞ്ചിറ, സെക്രട്ടറി ബിജു പത്യാല, പോലീസ് ഉദ്യോഗസ്ഥർ, MVD, പ്രൈവറ്റ് ബസ് അസോസിയേഷൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കാഞ്ഞിരപ്പള്ളി ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുവാനായി ടൗണിലടക്കം 3 ഇടങ്ങളിലാണ് വൺ വേ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നത്. ടൗണിൽ TVS റോഡിലും ദേശീയപാതയിൽ നിന്ന് TB റോഡിലേക്ക് പ്രവേശിക്കുന്ന 2 റോഡുകളിലുമായിരുന്നു വൺ വേ സംവിധാനം ഏർപ്പെടുത്തിയത്. TVS റോഡിലൂടെ വാഹനങ്ങൾ കയറിപ്പോകുവാൻ മാത്രമായിരുന്നു അനുമതി. ഇത് കാണിച്ച് പഞ്ചായത്തുകളുടെ ബോർഡടക്കം സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ റോഡിലൂടെ ഇപ്പോൾ വാഹനങ്ങൾ തിരിച്ചിറങ്ങി വരുന്നത് സ്ഥിരം കാഴ്ചയാണ്. റോഡിൻ്റെ പലയിടങ്ങളിലും വൺ വേ സൂചനാ ബോർഡുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇത് പരിഗണിക്കാതെ വൺ വേ തെറ്റിച്ച് കടന്നു പോകുന്ന സ്ഥിതിയാണ്. മണിമല റോഡിലൂടെയുള്ള വാഹനങ്ങൾ TB റോഡ് വഴി തിരിച്ചുവിട്ടതോടെ ഇവിടെയും വൺ വേ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. വൺ വേ സംവിധാനം പാലിക്കപ്പെടാത്തത് മൂലം ദേശീയപാതയിൽ ഗതാഗതക്കുരുക്കിന് ഇടയാക്കുന്നതായും പരാതി ഉയർന്നിരുന്നു. ടീം റിപ്പോർട്ടേഴ്സ്, കാഞ്ഞിരപ്പള്ളി. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile, Mother stands up for you for everything. Mary Queen's Mission Hospital, Kanjirappalli, Kottayam. We care, God cures.